ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൂങ് ദാൽ, അതായത് ചെറുപയറിൻ്റെ പരിപ്പാണ്. നമ്മൾ ചിലപ്പോൾ മറന്നു പോകാം അരി ഉഴുന്നും കുതിർക്കാനൊക്കെ. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഞാനിതിപ്പം നല്ല തിളച്ച വെള്ളത്തിൽ 1 മണിക്കൂർ പോലും ഇല്ല, ഒരു 3/4 മണിക്കൂർ കഴുകി കുതിർത്തി വെച്ചതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അരച്ചെടുക്കണം. ഞാൻ കഴുകിയിട്ടാണ് ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളത്തിൽ കുതിർത്തി വെച്ചത്. ഇതിനോടൊപ്പം ഞാൻ ചേർക്കുന്നത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി, ഒരു സവോളയുടെ പകുതി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം 2ആയിട്ട് മുറിച്ചത്, ഒരു പച്ചമുളക്. ഇതിനോടൊപ്പം ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഒരു കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം നൈസായിട്ട് അരച്ചെടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. എടുക്കുമ്പോൾ ചെറിയ കട്ടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ബീട്രൂട്ടിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയാൽ മതിയാവും. ചിലപ്പോൾ നമ്മൾ അരിയുന്നത് കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ എല്ലാ കഷ്ണങ്ങളും അരഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കഷ്ണങ്ങൾ എടുത്തങ്ങ് മാറ്റിയാൽ മതിയാകും. ഇനി 1 സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ടൊരു ചട്നിയും തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു സവോളയുടെ പകുതി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, അതുപോലെ 1 തക്കാളി. ഇത് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനോടൊപ്പം തന്നെ കുറച്ച് മുരിങ്ങയിലയും കറിവേപ്പിലയും ഇടുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയാണിത്. നന്നായിട്ട് വഴറ്റിയെടുത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ ഉപ്പൊക്കെ ഇട്ടാൽ മതിയാകും. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി, അതായത് 1 സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. നമ്മൾ പച്ചമുളകിന് എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ. ഇനി നമുക്ക് ഈ ദോശയെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത് കേട്ടോ. പുളിയൊന്നും വേണമെന്നില്ല, നല്ല ടേസ്റ്റിയാണ്. എന്നാലും പുളിപ്പിക്കാനൊന്നും വെക്കണമെന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ദോശ മാവ് ഒഴിച്ച് ഒന്ന് വെന്തു വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ എളുപ്പം വെന്ത് കിട്ടും. ചെറുപയറിൻ്റെ പരിപ്പൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണല്ലോ. ഞാനിപ്പോൾ ഈ ദോശ മറിച്ചിടുന്നുണ്ട്. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് നല്ല കളർഫുള്ളായിട്ട് കിട്ടും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ്. ഇതുപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് വെന്ത് വരുമ്പോൾ മാത്രം ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെച്ചാൽ മതിയാകും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയും ആണല്ലോ. നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഞാൻ ചട്നിയും അരച്ചെടുക്കുന്നുണ്ട്. അത് തണുത്തിട്ടുണ്ടായിരുന്നു. തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയും ചട്നിയുമാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.